നമസ്തേ. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് തരത്തിലുള്ള സംഗീതമാണ് എന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ വീഡിയോ കേൾക്കുന്നതിൽ ചില ആളുകൾക്ക് വളരെ നാടകീയമായ സംഗീതമായിരിക്കും ഇഷ്ടം. ചിലർക്കാകട്ടെ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള നിഗൂഢതകൾ നിറഞ്ഞിട്ടുള്ള സസ്പെൻസ് ഉള്ള അല്ലെങ്കിൽ ത്രില്ലിംഗ് ആയിട്ടുള്ള മ്യൂസിക് ആയിരിക്കും ഇഷ്ടം. ചില ആളുകൾക്ക് വളരെ റിതമിക് മെലോഡിയസ് ആയിട്ടുള്ള മ്യൂസിക് ആയിരിക്കും ഇഷ്ടം. ചിലർക്കാകട്ടെ ട്രഡീഷണൽ ആയിട്ടുള്ള സംഗീതമായിരിക്കും ഇഷ്ടം. മറ്റു ചിലർക്ക് ശക്തമായിട്ടുള്ള സംഗീതമായിരിക്കും ഇഷ്ടം. ചിലർക്ക് ചടുലമായിട്ടുള്ള താളങ്ങളാണ് ഇഷ്ടം. ഓരോ മനുഷ്യന്റെയും വ്യക്തിത്വം അല്ലെങ്കിൽ അയാളുടെ അഭിരുചികൾക്കൊക്കെ അനുസരിച്ച് അയാൾ ഇഷ്ടപ്പെടുന്ന സംഗീതമാകട്ടെ ദൃശ്യമാകട്ടെ എല്ലാ കാര്യങ്ങളിലും മാറ്റമുണ്ട്. ഈച്ച് ആൻഡ് എവരി ഇൻഡിവിജ്വൽ ഈസ് യുണീക്ക് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഏത് മൂഡിലായിരിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സംഗീതമായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു പീസ് ഓഫ് മ്യൂസിക് കുറച്ചു നേരം കേട്ട് കഴിയുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മൂഡിനെ അത് എത്രമാത്രം ആൾട്ടർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്, അതായത് നമ്മുടെ മൂഡിനെ, നമ്മളുടെ ആ ഒരു അവസ്ഥയെ എത്രമാത്രം മാറ്റുന്നുണ്ട് എന്നത് കുറച്ചും കൂടി സയന്റിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെർസെപ്ഷൻ, നമ്മുടെ എൻവയോൺമെന്റിനെ നമ്മൾ പെർസീവ് ചെയ്യുന്നതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഈ മ്യൂസിക്കിന് സാധിക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ സംഗീതത്തിന് സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സംഗീതത്തെ കുറിച്ചല്ല ഈ ഒരു വീഡിയോയിൽ പറയുന്നത്, പ്രപഞ്ചത്തിന്റെ സംഗീതത്തിനെ കുറിച്ചാണ്. സാധാരണ മനുഷ്യന്റെ സംഗീതത്തിനെ കുറിച്ചല്ല, പ്രപഞ്ചത്തിന്റെ സംഗീതം കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്കും അതിലൊരു ഗായകനാകാനായിട്ട് സാധിക്കുമോ? നമ്മളുടെ സാധാരണ സംഗീതം ക്രിയേറ്റ് ചെയ്യുന്നത് മ്യൂസീഷ്യൻ അല്ലെങ്കിൽ അതിന്റെ സംഗീതജ്ഞനാണ്, അതിന്റെ ഡയറക്ടറാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ പറയും നമുക്ക് അതിനുള്ള അഭിരുചിയില്ല, നമ്മളിൽ ഒരു ഗായകനില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഈ പ്രപഞ്ചത്തിന്റെ സംഗീതം പ്രപഞ്ചത്തിനോടൊപ്പം അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാനും ഡയറക്ട് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. ആ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രസകരമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും, യു ആർ ദ DJ ഓഫ് യുവർ ലൈഫ്. നിങ്ങളാണ് നിങ്ങളുടെ ലൈഫിന്റെ DJ എന്ന് പറയുന്നത്. ദ യൂണിവേഴ്സ് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്റ്റേജ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയുമാണ്. എല്ലാ സംഗീതത്തിനും അല്ലെങ്കിൽ എല്ലാ ശബ്ദങ്ങൾക്കും അതിൻ്റെതായ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉണ്ട്, അല്ലെങ്കിൽ സകല ചരാചരങ്ങളും വൈബ്രേറ്റ് ചെയ്യുന്നു. പാർട്ടിക്കിൾ ആണ് ബേസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ദിസ് പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പാർട്ടിക്കിൾ ആണ് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്ന തിയറീസ് ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രിംഗ് തിയറീസ് ഉണ്ട്, അതുപോലെ തന്നെ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് തിയറീസ് ഉണ്ട്. ഇത്തരത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് കൺസെപ്റ്റുകൾ നമ്മൾ വരും വീഡിയോകളിൽ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കാം. പക്ഷെ നമ്മൾ ഒരു സ്പിരിച്വൽ തലത്തിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു വൈബ്രേഷൻ അതിന്റെ കുറച്ച് ഡീപ്പർ ലെവലിലുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കാനായിട്ട് പോകുന്നത്. നമ്മളിപ്പോൾ കണ്ടു സകല ചരാചരങ്ങളും വൈബ്രേറ്റ് ചെയ്യുകയാണ് എന്നുള്ളത്. അപ്പൊ ഓരോ വൈബ്രേഷനും അപ്പുറത്ത് അതിന്റെ അർത്ഥം എന്നതിലുപരിയായിട്ട് ഒരു രൂപമുണ്ട്. ദർ ഇസ് എ ഫോം. നേരെ തിരിച്ചു പറഞ്ഞാൽ ഓരോ രൂപത്തിനും ഓരോ വൈബ്രേഷൻ ഉണ്ട്. അതായത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ തരംഗ ദൈർഘ്യമുണ്ട്. പ്രാചീന സംസ്കാരങ്ങളിലേക്കൊക്കെ കടന്നു പോവുകയാണെങ്കിൽ, അത് ഏൻഷ്യന്റ് ഈജിപ്ത് ആയാലും അല്ലെങ്കിൽ ഗ്രീക്ക് ആയാലും, ഇനി അതിനും കുറെ കൂടെ പുറകിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വരാൻ പറ്റുന്നത് പ്രാചീന ഭാരതത്തിലേക്ക് തന്നെയാണ്. വേദങ്ങളാണ് ഏറ്റവും സർവൈവ് ചെയ്യുന്നതിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള അവൈലബിൾ സ്ക്രിപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതിൽ സാമവേദത്തിലും മറ്റും ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള മെലോഡീസ് ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ടും സാധിക്കും. അതുപോലെ തന്നെ അഥർവവേദത്തിലേക്കും യജുർവേദത്തിലേക്കും ഒക്കെ പോവുകയാണെങ്കിൽ നമുക്ക് മന്ത്രങ്ങള്, റിച്വൽസ് തുടങ്ങിയവയെ കുറിച്ചൊക്കെയുള്ള വളരെ റിച്ച് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ അഥർവവേദങ്ങളൊക്കെ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ മറ്റു വേദങ്ങൾ ഫോം ചെയ്തതിന് ശേഷമായിരിക്കാം ഒരു വേദത്തിന്റെ നിലവാരത്തിലേക്ക് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ അഥർവവേദത്തിന് ഒരു കാലഘട്ടത്തില്, പ്രത്യേകിച്ച് ധർമ്മശാസ്ത്രത്തിന്റെ കാലഘട്ടത്തിലൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ അതിന് കുറച്ചൊരു നിലവാരം താഴ്ത്തി വെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് അത് ഉച്ചരിക്കുന്നത് പോലും അതിലെ മന്ത്രങ്ങൾ ചൊല്ലുന്നത് പോലും തെറ്റാണ് എന്നുള്ള രീതിയിലൊക്കെ. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതിലുപരിയായിട്ട് നാം ഇതിന് പിന്നിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിനുള്ളിലെ പോസിറ്റീവായിട്ടുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒന്നിനെ നെഗറ്റീവായിട്ട് കാണുന്നില്ല. മനുഷ്യന് ഹാംഫുൾ അല്ലാത്തതായിട്ടുള്ള കാര്യങ്ങളെ ഒന്നും നമ്മൾ നെഗറ്റീവായിട്ട് കാണുന്നില്ല. അപ്പൊ ഇതൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് ആഴത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ വളരെ ബ്രീഫ് ആയിട്ടുള്ള ഒരു വിഗഹ വീക്ഷണമാണ് നോക്കുന്നത്, ഒരു ബിഗ് പിക്ചറാണ്, ഒരു പക്ഷി വീക്ഷണമാണ്, അത്തരത്തിലുള്ള ഒരു നിരീക്ഷണമാണ് നമ്മളിപ്പോൾ ഈ കാര്യങ്ങളിൽ നോക്കുന്നത്. കാരണം നമ്മളെ വിഷയത്തിലേക്ക് വരാനായിട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഈ ഒരു ബേസ് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലാണ് ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ ഉപയോഗിക്കുവാനും സാധിക്കുന്നത്. ഇനി നമ്മൾ ഇസ്ലാമിക് ട്രഡീഷനിലേക്ക് നോക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി സൂഫിസത്തിന്റെ കാര്യത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ അവിടെയും മ്യൂസിക്കിനൊരു പ്രാധാന്യം, അവിടെ താളത്തിനൊരു പ്രാധാന്യം, നൃത്തത്തിനൊരു പ്രാധാന്യം ഒക്കെ കൊടുത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ക്രിസ്ത്യാനിറ്റിയിലേക്ക്, ബിബ്ലിക്കൽ കോണ്ടെക്സ്റ്റിലേക്ക് അല്ലെങ്കിൽ ബൈബിളിലേക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ആ വചനം ദൈവത്തിൻ്റെതായിരുന്നു, ഈ വചനത്തിൽ നിന്നാണ് ബാക്കിയെല്ലാം ഉടലെടുക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബൈബിളിൽ തന്നെ മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത് എന്നുള്ളത്. സോ ദിസ് വചനം അല്ലെങ്കിൽ ദിസ് വേർഡ്, ഈ ഒരു വാക്ക് എന്ന് പറയുന്നത്
ഇതാണ് ഒരു മൂല കാരണമായിരിക്കുന്നത് ഈ ഒരു പ്രപഞ്ച സൃഷ്ടിക്ക്, അല്ലെങ്കിൽ ഈ ഒരു വൈബ്രേഷൻ ഒരു അടിസ്ഥാന ഘടകമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഒരു റിതം വൈബ്രേഷൻ എല്ലാത്തിനും ഉണ്ടെന്ന് നമ്മൾ മുൻ വീഡിയോകളിലൊക്കെ വളരെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇത് സയൻസിന്റെ ഒരു വ്യൂ പോയിന്റിൽ നോക്കുകയാണെങ്കിലും, എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള തിയറീസിന്റെ ഒക്കെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിലും, അവിടെ വൈബ്രേഷൻ, ഫ്രീക്വൻസി തുടങ്ങിയ കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കാണാനായിട്ട് സാധിക്കും. നിക്കോളാസ് ടെസ്ലയെ പോലുള്ള സയന്റിസ്റ്റുകൾ ഇഫ് യു വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ സീക്രട്സ് ഓഫ് യൂണിവേഴ്സ് തിങ്ക് അബൌട്ട് എനർജി, ഫ്രീക്വൻസി ആൻഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്രകാശം എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് ലൈറ്റ് ആണ്, അല്ലെങ്കിൽ ഡാർക്ക്നെസ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഈ ഡാർക്ക്നെസ്സിൽ നിന്നാണ് എല്ലാം ഉത്ഭവിച്ചു വന്നിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടൈം സ്പേസ് കോണ്ടെക്സ്റ്റ് ഉണ്ട്, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ആയിരിക്കുന്നു, ഒരു സ്പേസ് ഉണ്ട്, ഏത് സമയത്ത് ഞാൻ ആയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഞാൻ ജനിച്ച സമയവും സ്ഥലവും, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും, നാം ഓരോരുത്തരും ജനിച്ച സ്ഥലവും സമയവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഈ സമയത്തിനും സ്ഥലത്തിനും അപ്പുറത്തേക്കുള്ള ഒരു അവസ്ഥയാണ് നാം മനസ്സിലാക്കാനായിട്ട് പോകുന്ന ദൈവികമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ അതൊരു നത്തിങ്നെസ് ആണ്. ഈ നത്തിങ്നെസ് എന്ന് പറഞ്ഞു കഴിയുന്നതാണ് എല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം നമ്മളുടെ പെർസെപ്ച്വൽ ഓർഗൻസ്, അല്ലെങ്കിൽ നമ്മുടെ 5 സെൻസസിന്റെ ബേസിൽ ഇത്രയും ചെറിയൊരു ശരീരവും ഇത്രയും ചെറുതായിട്ടുള്ള പഞ്ചേന്ദ്രിയങ്ങളും വെച്ചുകൊണ്ട് നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ കണ്ണിനെ ആണെങ്കിലും ചെവിയെ ആണെങ്കിലും അതിന്റെ കഴിവുകളെ എൻഹാൻസ് ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് അഡ്വാൻസ്ഡ് സയന്റിഫിക് ടൂൾസ് ആണുള്ളത്. നമ്മൾ ബഹിരാകാശത്തേക്ക് നമ്മുടെ ഈ നഗ്ന നേത്രം കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള യൂണിവേഴ്സൽ സൗണ്ടുകൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. സോ വി ആർ വെരി ലിമിറ്റഡ് ബീയിങ്സ് ആണ് നമ്മുടെ ഈ ഒരു ശരീരത്തിന്റെ കാര്യത്തിൽ വെച്ച് നോക്കുന്ന സമയത്ത്. അപ്പൊ നിങ്ങളൊരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് മാത്രം ചിന്തിക്കുന്ന ആളാണെങ്കിൽ ഞാൻ പറയും യു ആർ വെരി ലിമിറ്റഡ് ആൻഡ് സ്റ്റുപ്പിഡ് എന്ന് മനസ്സിലാക്കി പോകും. കാരണം ഇതിനപ്പുറത്തേക്കുള്ള ഈ പെർസെപ്ഷൻ അപ്പുറത്തേക്ക് എന്താണ് ഉള്ളത് എന്നുള്ളത്. ഇപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന നിറങ്ങൾ വിബ്ജിയോർ എന്നാണ്. അതുപോലെ തന്നെ നമുക്ക് ചെവിക്ക് കേൾക്കാൻ പറ്റുന്ന ആ ഒരു ഓഡിബിൾ സ്പെക്ട്രവും നമുക്കുണ്ട്. അതുപോലെ തന്നെ വിഷ്വൽ സ്പെക്ട്രം നമുക്കുണ്ട്. നമുക്ക് സ്പർശനത്തിനും നമുക്ക് താങ്ങാൻ പറ്റുന്ന ടെമ്പറേച്ചറിന് പോലും കണക്കുകളുണ്ട് എന്നുള്ളതാണ്. സോ ഇതിന്റെ അപ്പുറത്തേക്കും നമ്മുടെ മനസ്സ് സഞ്ചരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒന്നും കൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ശരീരത്തിലായിരിക്കുന്ന കോൺഷ്യസ്നെസ് കുറച്ചും കൂടെ ഡീപ്പർ ലെവലിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആത്മാവിന് ഇതിനപ്പുറത്തേക്കൊക്കെ ഉള്ള ഒരു എക്സ്റ്റൻഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇതിനപ്പുറത്തുള്ള ഈ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഈ മായ, ഈ ഒരു ഇല്യൂഷൻ അപ്പുറത്തേക്കാണ് ശരിക്കും പറഞ്ഞാൽ അതിലേക്ക് ഉയരാനാണ് നമ്മൾ ആത്മീയതയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഉയർച്ചേനെ നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ഒരാള് എന്നോട് കമന്റിലൂടെ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ഇപ്പൊ നിങ്ങൾ ദൈവത്തിലേക്ക് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിൽ മാത്രം, അതിലേക്ക് മാത്രം, അത് മാത്രം ലക്ഷ്യമാക്കി സഞ്ചരിക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥ ആത്മീയത എന്ന്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വശത്തേക്ക് അല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്ക് സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിലേക്കുള്ള വഴി അറിയണം. അപ്പം യോഗ എന്ന് പറയുന്നത് ആത്മീയതയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ ധ്യാനം എന്ന് പറയുന്നത് ആത്മീയതയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതും സമ്മതിക്കാനാവുകയില്ല. കാരണം നമ്മൾ ഏത് മതത്തിൽപ്പെട്ട വിശുദ്ധന്മാരായാലും സേജസ് ആയാലും അല്ലെങ്കിൽ സന്യാസിമാരായാലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഇവർ യോഗയുടെ പാരമ്യത്തിൽ അല്ലെങ്കിൽ ധ്യാനത്തിന്റെ പാരമ്യത്തിൽ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ പാരമ്യത്തിലൂടെയാണ് അവര് ഈ ഒരു ആത്മീയമായിട്ടുള്ള വളർച്ച പ്രാപിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ യോഗ പലരും ചെയ്യാറുണ്ട്, നമ്മൾ ധ്യാനം ചെയ്യാറുണ്ട്. പക്ഷെ മന്ത്രം എന്ന് പറയുന്ന, ഞാൻ നേരത്തെ പറയുന്ന സൗണ്ട് എന്ന് പറഞ്ഞ അതിന്റെ ആ ഒരു വൈബ്രേഷൻ, ആ ഒരു ഫ്രീക്വൻസിനെ നമുക്ക് മനസ്സുകൊണ്ടും അല്ലെങ്കിൽ നമുക്ക് ഉറക്കെ പറഞ്ഞുകൊണ്ടും നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ആത്മീയ വളർച്ച കൂടുതൽ ത്വരിതപ്പെടും എന്നുള്ളതാണ്. ഇപ്പൊ ഓംകാര മന്ത്രം ചൊല്ലുന്ന സമയത്ത് ഹോക്കി പ്ലേയേഴ്സിൽ ഒരു സ്റ്റഡി നടത്തിയ സമയത്ത് മനസ്സിലാക്കിയത്, ഈ മന്ത്രം ചൊല്ലുന്ന അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കളിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിൽ മറ്റുള്ള കളിക്കാരെ, അതായത് മന്ത്രം ചൊല്ലാത്ത കളിക്കാരെക്കാളും ജലാംശം നിലനിൽക്കുന്നതായിട്ട് കണ്ടെത്തുകയുണ്ടായി. അപ്പൊ ഈ ജലാംശം എന്ന് പറയുന്നത് നമുക്ക് പുറത്തുനിന്ന് കൂടുതൽ വെള്ളം എടുക്കാതെ കൂടുതൽ എനർജി യൂട്ടിലൈസേഷൻ അവിടെ നടത്താനായിട്ട് സാധിക്കും. അപ്പൊ അവർക്ക് കളിക്കിടയിൽ കൂടുതൽ നല്ല രീതിയിൽ ഒരു നല്ല ബോഡി സ്റ്റേറ്റ് വെച്ചുകൊണ്ട് തന്നെ അവർക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്നുള്ളതാണ്. അപ്പൊ മന്ത്രങ്ങളെ കുറിച്ച് വീണ്ടും ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ഇപ്പൊ മഹാഋഷി മഹേഷ് യോഗി എനിക്ക് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹമാണെങ്കിൽ ട്രാൻസെൻഡന്റൽ മെഡിറ്റേഷൻ എന്ന് പറയുന്ന, അതായത് മന്ത്ര മെഡിറ്റേഷൻ തന്നെയാണ്, മന്ത്രം ചൊല്ലിക്കൊണ്ടുള്ള ധ്യാനം, അതിൽ റിസർച്ച് നടത്തി അത് ശാസ്ത്രീയമായിട്ട്
പ്രൂവ് ചെയ്തിട്ടുമുണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ MSc സൈക്കോളജിയുടെ സിലബസിൽ പ്രാക്ടിക്കൽ ആയിട്ട് പോലും ഈ ഒരു സംഗതി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മന്ത്ര മെഡിറ്റേഷൻ അല്ലെങ്കിൽ ട്രാൻസെൻഡന്റൽ മെഡിറ്റേഷൻ എന്ന് പറയുന്ന കാര്യമൊക്കെ. അപ്പൊ ഞാൻ ഇതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങൾ ജസ്റ്റ് ഒന്ന് പരാമർശിച്ചതേ ഉള്ളൂ. കാരണം ചില ആളുകൾ ശാസ്ത്രം 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 എന്ന് പറഞ്ഞ് ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവരോട് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സയൻസ് ഈസ് ജസ്റ്റ് എ സ്മോൾ ഫ്രെയിംവർക്ക്. അതിന്റെ ഉള്ളിൽ സയന്റിഫിക് മെത്തേഡ്സ് കൊണ്ട് തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. പണ്ടുണ്ടായിരുന്നതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സയന്റിഫിക് മെത്തേഡ്സ് ഇന്ന് നമുക്കുണ്ട്. അപ്പൊ ആ സയന്റിഫിക് മെത്തേഡ്സിന്റെ വളർച്ചയ്ക്കനുസരിച്ച് സയൻസ് വളർന്നുകൊണ്ടിരിക്കും. പണ്ട് പാരാസൈക്കോളജിയിലും അല്ലെങ്കിൽ മെറ്റാഫിസിക്കലുമായിട്ട് നിന്നിരുന്ന കാര്യങ്ങൾ പതിയെ പതിയെ സയൻസ് എക്സ്പ്ലോർ ചെയ്ത് തെളിയിക്കുന്നതിനനുസരിച്ച് അത് ഈ ഫ്രെയിംവർക്കിലേക്ക് വരും. അപ്പൊ നിങ്ങൾ ഈ ഫ്രെയിംവർക്കിന്റെ ഉള്ളിൽ മാത്രം കയറിയിരുന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ബോക്സിന്റെ അകത്താണ്. ആ ബോക്സിന് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ തെളിയിക്കാത്ത കാര്യങ്ങളെ തെളിയിക്കാനുള്ള ഒരു ചിന്ത, ആ വെളിച്ചം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിലേ നമ്മുടെ കുട്ടികൾ ഭാവിയിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സയന്റിഫിക് തിയറീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ലെജൻസ് ആയിട്ട് മാറുകയുള്ളൂ എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. സോ ആദിയിൽ വചനം ഉണ്ടായിരുന്നതായിട്ട് ഞാൻ മുൻപ് പറയുകയുണ്ടായി, അല്ലെങ്കിൽ ആ വചനം ആദ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ദൈവത്തിന്റെ ചൈതന്യം ജലത്തിന് മേൽ അലയൊലി കൊണ്ടു എന്നുള്ളത്, അല്ലെങ്കിൽ അത് റിഫ്ലക്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് ബൈബിളിൽ മറ്റൊരു ഭാഗത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. സോ ബൈബിൾ പറയുന്നു ആദിയിൽ വചനം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഏത് വചനമാണ്, എന്ത് തരത്തിലുള്ള വചനമാണ് എന്ന് പറയുന്നില്ല. ദൈവത്തിൽ നിന്നുള്ള വചനം എന്ന് മാത്രമേ അവിടെ പരാമർശിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഈ വചനത്തിൽ നിന്ന് മറ്റുള്ളവ ഉടലെടുക്കുന്നു എന്ന് പരാമർശിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തായിരിക്കാം ആ വചനം എന്നുള്ളത്? ഇതിനുള്ള ഉത്തരം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പ്രാചീന ഭാരതത്തിലേക്ക് പോകേണ്ടി വരും. അപ്പൊ അവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റേഴ്സ് ആയിട്ടുള്ള വേദങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മന്ത്രം എന്ന് പറയുന്നത്. ആ മന്ത്രത്തിലാണ് ആരംഭവും അവസാനവും ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ കേൾക്കുന്നത് ഓം എന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്, അല്ലെങ്കിൽ ഓംകാര മന്ത്രം എന്നാണ് അത് അറിയപ്പെടുന്നത്. പക്ഷെ അത് യഥാർത്ഥത്തിൽ ചൊല്ലുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് വായിൽ നിന്ന് എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് അത് പോകുന്നത്. അല്ലെങ്കിൽ ആ എന്ന് പറഞ്ഞ് നമ്മൾ പതിയെ വാ ക്ലോസ് ചെയ്യുന്നു, വാ ക്ലോസ് ആവുന്നു. അപ്പൊ അത് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി ചിലപ്പോ നാവിന് അല്ലെങ്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് പോലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു സൗണ്ട് ആണ് അത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ നമ്മൾ പോപ്പുലർ ആയിട്ട് കേട്ടിരിക്കുന്നത്, നമ്മൾ എപ്പോഴും പറയുമ്പോഴൊക്കെ ഓം എന്നാണ് പറയുന്നത്. ഈ ഓം മന്ത്രം തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ഓം എന്നുള്ള മന്ത്രമുണ്ട്, അല്ലെങ്കിൽ എന്ന് പറയുന്ന ആ ഒരു രീതിയിലുള്ള മന്ത്രവും കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സോ ബിഗിനിങ് എന്ന് പറയുന്നത് എന്നുള്ള മന്ത്രത്തിൽ നിന്ന് ആരംഭിച്ച് മറ്റു മന്ത്രങ്ങൾ ഉച്ചരിച്ച് അവസാനം ഈ എന്ന് പറയുന്ന മന്ത്രത്തിലേക്ക് നമ്മൾ അവസാനിക്കുകയാണ്. അപ്പം ഈ മന്ത്രങ്ങളെ കുറിച്ച് മാത്രമല്ല ഇവിടെ പറയുന്നത്, മന്ത്രത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ശക്തി എന്താണ് എന്നുള്ളതും കൂടെ നമ്മൾ ഇവിടെ ചെറിയൊരു രീതിയിൽ വെളിവാക്കാനായിട്ട് പോവുകയാണ്. ഈ ഓംകാരം എന്ന് പറയുന്ന ഈ ഒരു സിമ്പല് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അപ്പൊ ആ സിമ്പല് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ അതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ വിശദീകരിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ മന്ത്രത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഈ അടിസ്ഥാന മന്ത്രത്തിൽ നിങ്ങൾക്ക് 3 ശബ്ദങ്ങൾ കാണാം. അതായത് ആ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം, ആ എന്ന് പറഞ്ഞ് നമ്മൾ വാ തുറന്നുകൊണ്ട് പറയുന്ന ആ ഒരു ഭാഗം, വായ അടച്ചുകൊണ്ട് അടയ്ക്കുന്ന ആ ഒരു സന്ദർഭത്തിലുള്ള സൗണ്ട്, അതുപോലെ തന്നെ ഉള്ള സൗണ്ട്. ഈ 3 ശബ്ദങ്ങൾ നിറങ്ങളിലെ അടിസ്ഥാന നിറങ്ങളായിട്ടുള്ള RGB അല്ലെങ്കിൽ റെഡ്, ഗ്രീൻ, ബ്ലൂ എന്ന് പറയുന്ന പോലെ ഈ 3 നിറം ഉപയോഗിച്ച് നമുക്ക് മറ്റ് നിറങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ഈ 3 സൗണ്ട്സ് വെച്ചിട്ട് നമുക്ക് മറ്റ് സൗണ്ടുകളൊക്കെ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുള്ള ടൂളാണ് നമ്മളുടെ നാവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 ശബ്ദങ്ങളിൽ നിന്ന് നാവിന് എന്തെങ്കിലും പ്രശ്നമുള്ള ഒരാൾക്ക് പോലും ഉച്ചരിക്കാൻ പറ്റുന്ന ഈ 3 ശബ്ദങ്ങൾ നമ്മൾ അതിന്റെ മൾട്ടിപ്പിൾ വേരിയേഷൻസ് വരുന്ന സമയത്ത് നമുക്ക് മറ്റെല്ലാ ശബ്ദങ്ങളും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. സോ ഇതാണ് ആദിയിലെ വചനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൻഡ് എവറിത്തിങ് ഒറിജിനേറ്റഡ് ഫ്രം ദിസ്, ആൻഡ് എല്ലാം അവസാനിക്കുന്നതും ഇതിലേക്ക് തന്നെയാണ്. ഈ മന്ത്രങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതിന്റെ അവസ്ഥ തന്നെ അങ്ങനെയാണ്. സോ വേദങ്ങൾ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രമാത്രം പ്രാധാന്യമാണ് മന്ത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നതിന് പിന്നിൽ തന്നെ വൈബ്രേഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. സോ വചനം എന്ന് പറയുന്നത് മന്ത്രാസ് ആണ്, അല്ലെങ്കിൽ മന്ത്രങ്ങളാണ്. ഈ മന്ത്രങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചൊല്ലുന്നതിന് നമ്മൾ ചാന്റിങ് എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്, അല്ലെങ്കിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ചില ആളുകൾ രുദ്രാക്ഷത്തിന്റെ സഹായത്തോടെ, അല്ലെങ്കിൽ കൊന്തയുടെ സഹായത്തോടെ, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഈ മുത്തുകൾ കോർത്തിട്ടുള്ള ഇതിന്റെയൊക്കെ സഹായത്തോടെയാണ് ഈ റിപ്പീറ്റേഷന് അവരുടെ മനസ്സിന് കോൺസെൻട്രേഷന് ഫോക്കസ് കിട്ടാനായിട്ടും ഒക്കെ ഇത് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്കറിയാം എത്ര നേരം അല്ലെങ്കിൽ എത്ര തവണയായിട്ട്
ഇവരിത് ചൊല്ലി തീർത്തു എന്നുള്ളത്. സോ ചാന്റിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ശരീരത്തിന് ഇത് ബെനിഫിറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഒരുപാട് സയന്റിഫിക് റിസർച്ചസ് ഉണ്ട്. നിങ്ങൾക്ക് അത് എക്സ്പ്ലോർ ചെയ്ത് നോക്കാനായിട്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് അവയൊക്കെ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോയെ വിരസമാക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ റിസർച്ചിന്റെ നൂലാമാലകളൊന്നും ഇവിടെ പറയാത്തത്. സോ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് എസൻസ് ആണ് എന്നുള്ളതാണ്. പല മന്ത്രങ്ങളും സങ്കീർണമാണ്, ചിലപ്പോൾ വായിക്കാനും പഠിക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ദിസ് യൂണിവേഴ്സ് ഈസ് കമ്പോസ്ഡ് ഓഫ് മന്ത്രാസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ പ്രപഞ്ചം കമ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആ ഒരു സംഗീതം അത് എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ആ കോംപ്ലിക്കേഷൻ ആണ് അതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ആ ഒരു കോംപ്ലക്സിറ്റി, അതിന്റെ ഒരു സങ്കീർണത, അതിന്റെ നിഗൂഢത, അതിലേക്കുള്ള ചില താക്കോലുകളാണ് നമുക്ക് വേദങ്ങളിലൂടെയൊക്കെ ലഭിച്ചിട്ടുള്ളത്. ഈ താക്കോലുകൾ ഉപയോഗിച്ച് കഴിയുന്ന സമയത്ത് നമ്മളാണ് ഈ താക്കോൽ ഉപയോഗിക്കുന്നത്. സോ നമ്മൾ തന്നെ താക്കോലാവുകയാണ്. ടു ദ കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ് നമുക്ക് ആക്സസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൂലാധാര ചക്രത്തിൽ കുടികൊള്ളുന്ന അല്ലെങ്കിൽ ഉറങ്ങിയിരിക്കുന്ന ഈ ഒരു സെർപ്പന്റ് പവറിനെ നമുക്ക് ഉണർത്തിയെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ കുണ്ടലിനി ശക്തിയെ നമുക്ക് മുകളിലേക്ക് ഉയർത്തി ഓരോ ചക്രങ്ങളും ആക്ടിവേറ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് നമുക്ക് യൂണിവേഴ്സുമായിട്ട് കണക്ട് ആകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്സുമായിട്ട് കണക്ട് ആകണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ഈ ഒരു പ്രാണലോകവുമായിട്ട് കണക്ട് ആകണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ആത്മാക്കളുടെ ലോകവുമായിട്ട് കണക്ട് ആകണമെന്നുണ്ടെങ്കിൽ, നമുക്ക് വിജയത്തിന്റെ രഹസ്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേദത്തിലെയോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുമുള്ള മന്ത്രങ്ങൾ നിങ്ങൾ പഠിക്കുകയും അത് നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രയോഗിക്കാനായിട്ടും സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് ഇംപ്രൂവ് ചെയ്യുന്നു. ഇനി സയന്റിഫിക് ബേസിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആൻസൈറ്റിനെ അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു, നമ്മളുടെ സ്ട്രെസ്സിനെ അത് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു, നമുക്കൊരു പീസ്ഫുൾ സ്റ്റേജ് തരുന്നു, നമുക്ക് നല്ല ബ്ലിസ് അനുഭവപ്പെടുന്നു, നമുക്ക് ഹാപ്പിനെസ് അനുഭവപ്പെടുന്നു. അപ്പൊ ഈ സ്റ്റേജിലാണ് ഏറ്റവും നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന് പ്രൊഡക്റ്റീവായിട്ട് പെരുമാറാനായിട്ട് കഴിയുന്നത്. അടിമത്തത്തിൽ നിന്നും മോചിതനായിട്ട് എന്താണ് അയാൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് വരുന്നത് ഈ ഒരു അവസ്ഥയിലാണ്. സോ ഇത് ഒരു തരത്തിൽ നമ്മളെ ഈ മായയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് നമ്മളെ സഹായിക്കുകയാണ്. ഈ ഒരു ഇല്യൂഷൻ, ഈ ഒരു ഭൗതിക മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വേൾഡ് നൽകുന്ന ഇല്യൂഷനെ പെനട്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു സ്പിരിച്വൽ ഡയമെൻഷനിലേക്ക് അല്ലെങ്കിൽ ഒരു ഫിഫ്ത് ഡയമെൻഷനിലേക്ക് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ റലത്തിലേക്ക് നമ്മൾ പതിയെ തുഴഞ്ഞ് അല്ലെങ്കിൽ ഇത് വകഞ്ഞ് നമ്മൾ നീന്തി മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കാര്യമാണ് മന്ത്രം എന്ന് പറയുന്നത്. ദാറ്റ്സ് എ കീ ടു ദ യൂണിവേഴ്സ്. നാം മന്ത്രം ചൊല്ലുന്ന സമയത്ത് വി ആർ അൺലോക്കിംഗ് ദ യൂണിവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫിസിക്കൽ റലത്തിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നമ്മൾ അൺലോക്ക് ചെയ്യാണ്. തുറക്കൂ സീസയം എന്നൊക്കെ പറയുന്ന കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ മന്ത്രം ചൊല്ലുന്ന സമയത്ത് ഇങ്ങനെ തുറക്കൂ സീസയം എന്ന് പറഞ്ഞ് ഗുഹയുടെ മുന്നിൽ പോയി പറയുന്ന സമയത്ത് അത് തുറന്നു വരുന്നതൊക്കെ നമ്മൾ കഥകളിലൊക്കെ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു സിംബോളിസമാണ്. സാധാരണ ആൾക്കാർ അതൊരു കുട്ടിക്കഥയായിട്ട് തള്ളിക്കളയുന്ന സമയത്ത് ഒരു സ്പിരിച്വൽ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ആ കഥയിലേക്ക് നോക്കുകയാണെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് സംതിങ് നിധിയുള്ള ഗുഹ ഓപ്പൺ ചെയ്യുകയാണ്. സോ ട്രഷർ എന്ന് പറയുന്നത് ആത്മീയതയിലേക്കുള്ള അല്ലെങ്കിൽ ആത്മീയ മണ്ഡലത്തിലേക്കുള്ള ആ ഒരു ആക്സസ് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ പരമാനന്ദമാണ് നിധി. ഈ പരമാനന്ദം നമ്മളെ ദൈവത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നല്ല ഉദ്ദേശത്തോടു കൂടി മന്ത്രം ചൊല്ലുന്ന സമയത്ത് സാഹചര്യങ്ങൾ മാറുന്നു. അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു മ്യൂസിക്കിന് നിങ്ങളുടെ എൻവയോൺമെന്റൽ പെർസെപ്ഷനെ സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മൂഡിനെ ആൾട്ടർ ചെയ്യുന്നു. സോ മ്യൂസിക്കിനേക്കാളും എത്രയോ പവർഫുള്ളും ഉന്നതമായിട്ടുള്ള കാര്യവുമാണ് മന്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ഈ മന്ത്രം നമ്മളുടെ സാഹചര്യങ്ങളെ മാറ്റുകയാണ്, നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെ മാറ്റുകയാണ്, നെഗറ്റീവായിട്ടുള്ള ആ ഒരു അവസ്ഥയെ, മൂടിക്കിടക്കുന്ന അവസ്ഥയെ മാറ്റുകയാണ്. ചിലപ്പോൾ പല രീതിയിലുള്ള ശാരീരികവും മാനസികവും അല്ലെങ്കിൽ സാമൂഹ്യപരവുമായിട്ടുള്ള പല പ്രശ്നങ്ങളിൽ നിന്ന് ആളുകളെ സഹായിക്കാൻ മന്ത്രങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. സാഹചര്യങ്ങൾ മാറുന്ന സമയത്ത് നമ്മുടെ ഫിസിക്കാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ എൻവയോൺമെന്റിൽ മാറ്റം ഉണ്ടാകുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിലും മാറ്റം ഉണ്ടാകുന്നു. നമ്മളുടെ നാഡികളുടെ പ്രവർത്തനം ബാലൻസ്ഡ് ആവുകയാണ്. അപ്പൊ ഈ സ്ഥൂല ശരീരത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ അത് കറക്റ്റായിട്ട് ഫ്ലോ അല്ലെങ്കിൽ എനർജി ഫ്ലോ അതിൽ കറക്റ്റായിട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ സബ്റ്റിൽ ബോഡി അല്ലെങ്കിൽ നമ്മളുടെ സൂക്ഷ്മ ശരീരം അത് കൂടുതൽ അതിന്റെ പ്രാണിക് ഫ്ലോ എന്ന് പറയുന്നത് വെൽ ബാലൻസ്ഡ് ആയിട്ട് നടക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ നിഗൂഢതകളുടെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നമ്മളെ തിരിച്ചറിയാനായിട്ട്, ദ ഹയർ സെൽഫിനെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുകയാണ്. ഈ ഹയർ സെൽഫിനെ തിരിച്ചറിയുന്നത് വഴി നമ്മൾ ആത്മീയതയുടെ പീക്ക് ലെവലുകളിലേക്ക് പോവുകയാണ്. നമ്മൾ ഒരു പക്ഷേ ഈ പരമാനന്ദത്തിൽ മാത്രം ആശ്രയിക്കുന്ന അല്ലെങ്കിൽ
ആനന്ദമയ കോശത്തിൽ നിന്ന് മാത്രം ഊർജം ഉൾക്കൊള്ളുന്ന നമ്മുടെ കോസൽ ബോഡിയിലായിരിക്കുന്ന നമ്മുടെ ആത്മാവ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ആക്സസ് കിട്ടുകയാണ്. ഈ ആത്മാവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഈ ആത്മാവിന്റെ സോഴ്സുമായിട്ട്, ഞാൻ പറഞ്ഞു ആത്മാവാണ് ഏറ്റവും ബേസ് എന്ന് പറയുന്നത്, ആ ആത്മാവാണ് ബ്രഹ്മനുമായിട്ട് കണക്ട് ആയിട്ടിരിക്കുന്നത്. അപ്പൊ ദൈവത്തിങ്കിലേക്ക് നമുക്ക് ഒരു ആക്സസ് നമുക്ക് കൂടുതൽ ബൂസ്റ്റപ്പ് ആയിട്ട് കിട്ടുകയാണ്. യഥാർത്ഥ ആത്മീയതയുടെ പരമാനന്ദം അറിയുകയാണ്. ഇപ്പോഴും പല ശിശുക്കൾ അല്ലെങ്കിൽ പല രീതിയിൽ ഒരുപാട് ഫിസിക്കാലിറ്റിയിലാണ് സത്യം. ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുകയാണ്, ആത്മീയത എന്ന് പറയുന്നത് ഈ ഫിസിക്കൽ വേൾഡിലുള്ള ഒരു കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഒരു വിലയും ഇല്ലാത്തൊരവസ്ഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ എത്രയോ മുകളിലാണ് ദൈവത്തിലേക്ക് ലയിക്കുമ്പോഴുള്ള പരമാനന്ദം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു ആനന്ദം ഒരു തവണ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, മുൻപേ ഉള്ള എന്റെ വീഡിയോയിൽ പുനർജന്മത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ചില ആളുകൾ പറഞ്ഞിരുന്നു, എന്തിനാണ് നമുക്ക് മോക്ഷം കിട്ടുന്നത്, നമുക്ക് വീണ്ടും വീണ്ടും ജനിച്ചാൽ പോരെ എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ഭൗതിക ലോകത്തിന്റെ മായിക വലയത്തിന് അപ്പുറത്തേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ നമുക്ക് ചിന്തിക്കാനായിട്ട് തോന്നുന്നത്. നമ്മൾ അതിനപ്പുറത്തേക്ക് ആ ആത്മീയതയുടെ ആ ആനന്ദം എന്താണെന്ന് ഒരംശം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ജനിക്കണമെന്ന് പിന്നെ ഒരു തോന്നൽ ഉണ്ടാവുകയില്ല. മറിച്ച് നമുക്ക് ബ്രഹ്മത്തിലേക്ക് ലയിച്ച് മോക്ഷം പ്രാപിക്കണം എന്നുള്ള ഒരു തോന്നൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നീട് നമ്മൾ ഇവിടെ ജനിക്കണമെങ്കിൽ ബ്രഹ്മം തീരുമാനിക്കുകയാണ്, ഇയാൾ വീണ്ടും താഴേക്ക് പോകണം, എന്നിലേക്ക് എന്റെ സൃഷ്ടികളെ അടുപ്പിക്കുവാനായിട്ട് ഞാൻ അയക്കുന്ന ഒരു മെസ്സഞ്ചർ ആയിട്ട്, ഒരു ഗുരുവായിട്ട് എന്നുള്ളത്. സോ പ്രപഞ്ചത്തിനോടൊപ്പം നമ്മൾ ഈ ഒരു മന്ത്രധ്യാനം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മന്ത്രങ്ങൾ ഉരുവിടുന്ന സമയത്ത്, ഉച്ചരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല സമയങ്ങളിലും മന്ത്രങ്ങൾ ആദ്യകാലങ്ങളിൽ രചിക്കപ്പെട്ട സമയത്തും അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിലും നമ്മൾ അതിന്റെ അർത്ഥത്തിലല്ല കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ അതിന്റെ സൗണ്ടിലാണ്, അതിന്റെ റെപ്പിറ്റേഷനിലാണ്, അതിന്റെ ബ്യൂട്ടിയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ നമ്മൾ പ്രപഞ്ചത്തിനോടൊപ്പം നമ്മൾ ഈ മന്ത്രം റിപ്പീറ്റ് ചെയ്യുകയാണ്. സോ റിപ്പീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ പറഞ്ഞു ശരീരത്തിൽ മാറ്റങ്ങൾ നടക്കുന്നു. അപ്പൊ ശരീരം കൂടുതൽ ഹെൽത്തി ആകുന്നു, അല്ലെങ്കിൽ ശരീരത്തിന് ഒരു ബാലൻസ് കൈവരുന്ന സമയത്ത് നാഡികളുടെ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഈ നാഡികളുമായിട്ടാണ് നമ്മളുടെ സബ്റ്റിൽ ബോഡിയെ നമ്മൾ സ്ഥൂല ശരീരവുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. അപ്പൊ ഈ സബ്റ്റിൽ ബോഡി അല്ലെങ്കിൽ ഈ ഒരു സൂക്ഷ്മ ശരീരത്തിലെ ഈ പ്രാണിക് ഫ്ലോ കറക്റ്റ് ബാലൻസ് ആവുന്നു. നമ്മുടെ ചക്രാസ് ഓരോന്നും കറക്റ്റ് ബാലൻസ് ആവുന്നു. ഈ ചക്രാസിലൂടെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് സബ്റ്റിൽ ബോഡിനെ കണക്ട് ആയിട്ട് വെച്ചിട്ടുണ്ടെന്നുള്ളതും മനസ്സിലാക്കണം. അപ്പൊ ഈ സബ്റ്റിൽ ബോഡിയിൽ ആക്സസ് കിട്ടുന്ന സമയത്ത് മാത്രമേ സബ്റ്റിൽ ബോഡിയുടെ പ്യൂരിഫിക്കേഷനിൽ നമുക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുശേഷം നമ്മൾ സബ്റ്റിൽ ബോഡിയിലൂടെ നമ്മൾ സോളിനെ റിയലൈസ് ചെയ്ത് നമ്മൾ ബ്രഹ്മത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. സോ ദിസ് സോൾ എന്ന് പറയുന്നത്, നമ്മുടെ ആത്മാവെന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു അംശമാണ്, ദൈവിക ശക്തിയുടെ ഒരു അംശമാണ്. ഇത് നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് ആത്മീയവാദികൾ വിശ്വസിക്കുന്നത്. അപ്പൊ ഈ ദൈവത്തിന്റെ ഈ ഒരു അംശം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ തിരിച്ചറിയുകയാണ് അഹം ബ്രഹ്മം തത്വമസി എന്നുള്ള കാര്യം, ഈ ഞാൻ തന്നെ ഈശ്വരനാകുന്നു എന്ന്. നമ്മൾ നമ്മുടെ ഈ ഒരു സാധാരണ അവസ്ഥയിൽ നിന്ന് പറയുന്ന ആ കാര്യമല്ല അത്. പരമാനന്ദത്തിന്റെ പീക്ക് ലെവലിൽ എത്തുന്ന സമയത്ത്, കുണ്ടലിനി ശക്തി എറൈസിനായിട്ടുള്ള സമയത്ത്, അല്ലെങ്കിൽ ഒരു എൻലൈറ്റൻഡ് സ്റ്റേജിലായിട്ടുള്ള ഒരു സമയത്ത് ഒരു യോഗി അത് പറയുകയാണ്, അഹം ബ്രഹ്മം തത്വമസി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് അതിനെ റിയലൈസ് ചെയ്യേണ്ടത്. അല്ലാതെ ചില ആളുകളൊക്കെ പറയുന്നത് ആൾദൈവം ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഞാന് എന്താ പറയാ ഞാൻ ദൈവമാണ് എന്നൊക്കെ പറയുന്നത് പൈശാചികതയാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അവർക്ക് ഈ തലം അറിയില്ല. അപ്പം ഈ തലമൊക്കെ നമ്മളിൽ നിന്ന് പല സെമിറ്റിക് റിലീജിയൻസ് അല്ലെങ്കിൽ പല മതങ്ങളുടെ ആചാര്യന്മാരോ ക്രിയേറ്റേഴ്സോ ഒക്കെ ഹൈഡ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ മനുഷ്യൻ ഇതിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ ആക്സസ് ചെയ്യേണ്ടത്. ഇതിനുള്ള താക്കോൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളുടെ ഇൻഫർമേഷന്റെ ഡാറ്റാബേസ് എന്ന് പറയുന്നത് വേദങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു വ്യക്തി വേദങ്ങൾ മുഴുവൻ പഠിക്കുകയാണെങ്കിൽ, എന്നിട്ട് അതിൽ നിന്ന് അയാൾ ഏറ്റവും നല്ല എസൻസുകൾ സ്വാംശീകരിച്ചെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ മനുഷ്യത്വത്തിൽ നിന്ന് അപ്പുറത്തേക്ക് വളർന്നിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതാണ്, ശാന്തത കൈവരിക്കും എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി നമ്മൾ ചക്ര മെഡിറ്റേഷനിലേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ചക്രത്തിനെ ബാലൻസ് ചെയ്യാനുള്ള ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു മന്ത്രധ്യാനവും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചുരുക്കുകയാണ്. കാരണം ഇപ്പൊ തന്നെ ഒരുപാട് സമയമായിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ മൂലാധാര ചക്രത്തിലേക്കാണ് വരേണ്ടത്. മൂലാധാര ചക്രം അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് വിബ്ജിയോറിലെ റെഡ് എന്ന് പറയുന്ന കളറുമായിട്ടാണ്. മൂലാധാര ചക്രത്തിലാണ് നമ്മളുടെ എനർജി കുടുകൊള്ളുന്നത് എങ്കിൽ, അല്ലെങ്കിൽ അവിടെ മാത്രമാണ് നമുക്കൊരു ആക്ടിവേഷൻ കിട്ടിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് സ്ലീപ്പ് മാത്രമായിരിക്കും. മൂലാധാര ചക്രം അർത്ഥമാക്കുന്നത് ഐ എക്സിസ്റ്റ് ഹിയർ എന്നുള്ളതാണ്, ഞാനിവിടെ ആയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ മൂലാധാര ചക്രത്തിനെ ബാലൻസ് ചെയ്യാനുള്ള ഒരു മന്ത്രമായിട്ട് പറയപ്പെടുന്നത്, നമ്മൾ ലം എന്നുള്ള അക്ഷരം നിങ്ങൾക്ക് ഹിന്ദിയിലായിട്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, ഇംഗ്ലീഷിലാണെങ്കിൽ LAM എന്ന് പറയുന്ന ആ ഒരു രീതിയിലാണ്. അപ്പൊ ആ മന്ത്രമാണ് നമ്മൾ മൂലാധാര ചക്രത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ചൊല്ലേണ്ടത്. അപ്പം 7 ചക്രങ്ങൾക്ക് ഓരോ അർത്ഥങ്ങൾ അല്ലെങ്കിൽ ഓരോ മന്ത്രങ്ങൾ, ഓരോ ലെറ്റേഴ്സ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടെക്നിക്കൽ റീസൺ ഉള്ളതുകൊണ്ട് എനിക്ക് അതിന്റെ പിക്ചർ ഒന്നും ഇവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. പക്ഷെ നിങ്ങൾ മനസ്സിൽ അത് കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്.
അപ്പൊ ആദ്യത്തെ മന്ത്രം നമ്മൾ ഉരുവിടാനായിട്ട് പോവുകയാണ്. നമ്മൾ മൂലാധാര ചക്രം, നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണുകൾ അടച്ചിരുന്നിട്ടോ അല്ലെങ്കിൽ കണ്ണ് തുറന്നിരുന്നോ ഒക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആ ചക്രവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കളർ വേണമെങ്കിൽ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥൂല ശരീരത്തിൽ നിന്ന് നിങ്ങളുടെ സട്ടിൽ ബോഡിയെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം, അഥവാ സൂക്ഷ്മ ശരീരത്തിനെ വിഷ്വലൈസ് ചെയ്യാം. എനിവേ നമ്മൾ ആ ചക്രത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് പറയുകയാണ് ലം ലം ലം. അപ്പൊ അത് നിങ്ങളുടെ ആ ഒരു ചാൻഡിങ് കപ്പാസിറ്റി ഉപയോഗിച്ച് അതിനെ കൂടുതൽ ബ്യൂട്ടി ആക്കി കൊണ്ടുവരിക. ലം, LAM. അപ്പൊ ഞാൻ ഒന്നും കൂടി അത് റിപ്പീറ്റ് ചെയ്യാം. ലം ലം. ഇതിൽ ഈ മന്ത്രം ചൊല്ലുന്ന സമയത്ത് നമുക്ക് മുദ്രകൾ ഉപയോഗിക്കാനും സാധിക്കും. ഈ ചക്രത്തിന് ഓരോന്നിനും മുദ്രകളുണ്ട്, അത് ഞാൻ പിന്നീടുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്തി. ഇപ്പൊ ഇത് മാത്രം മനസ്സിലാക്കുക. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ ഒരു എഫക്ട് എന്താണെന്നുള്ളത് നിങ്ങൾ ഷെയർ ചെയ്യുകയും വേണം. സോ ഇനി മൂലാധാര ചക്രത്തിൽ നിന്ന് നെക്സ്റ്റ് വരുന്നത് സ്വാദിഷ്ഠാന ചക്രമാണ്. സ്വാദിഷ്ഠാന ചക്രം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഐ ഫീൽ എന്നാണ് പറയുന്നത്. ഐ ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫീൽ ചെയ്യുകയാണ്. വേർഡ്ലി പ്ലഷേഴ്സ് ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഓറഞ്ച് കളറുമായിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടാണ് നമ്മൾ സ്വാദിഷ്ഠാന ചക്രത്തിനെ കാണിക്കുന്നത്. നമ്മളുടെ കിഡ്നീസിന്റെ ഒക്കെ ഇടയ്ക്കായിട്ട് അടിവയറിന്റെ ആ ഒരു താഴ്ഭാഗത്തൊക്കെ ആയിട്ട് ആണ് ഈ സ്വാദിഷ്ഠാന ചക്രത്തിന്റെ പ്ലേസിംഗ് പറയുന്നത്. അപ്പൊ സ്വാദിഷ്ഠാന ചക്രമാണ് അടുത്ത ഒരു പില്ലർ, നമ്മളുടെ സ്ഥൂല ശരീരത്തിനെ നമ്മളുടെ സൂക്ഷ്മ ശരീരവുമായിട്ട് കണക്ട് ചെയ്ത് നിർത്തുന്ന അടുത്ത പില്ലർ. അപ്പൊ സ്വാദിഷ്ഠാന ചക്രവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മന്ത്രം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. വ എന്ന അക്ഷരം, അല്ലെങ്കിൽ അതിന് മുകളിൽ നമ്മൾ ചന്ദ്രക്കലയിട്ട് ഡോട്ട് കൊടുക്കുന്ന സമയത്ത് വം എന്നാണ് പറയുന്നത്. സോ സ്വാദിഷ്ഠാന ചക്രത്തിന്റെ മന്ത്രം എന്ന് പറയുന്നത് വം വം വം. ഈ രീതിയിലാണ് പോകുന്നത്. നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലുന്ന സമയത്ത് ഒരു ചക്രത്തിലേക്ക് ഫോക്കസ് ചെയ്ത് 3 തവണ ചൊല്ലിക്കൊണ്ട് പോകാം, അല്ലെങ്കിൽ 1 തവണ ചൊല്ലിക്കൊണ്ട് പോകാം, അല്ലെങ്കിൽ 7 തവണ ചൊല്ലിക്കൊണ്ട് പോകാം. ഇറ്റ് ഡിപ്പെൻസ്. ഇതിന് പ്രത്യേകിച്ച് അങ്ങനത്തെ റൂൾസ് ഒന്നുമില്ല. സോ നമ്മൾ ഈ മന്ത്രത്തിന്റെ ആ ഒരു അതിലേക്കുള്ള ആ ഒരു ലയനത്തിനെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. ഇനി സ്വാദിഷ്ഠാന ചക്രം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മണിപൂരിക ചക്രമാണ് വരുന്നത്. ആ ഒരു ചക്രത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന നിറം എന്ന് പറയുന്നത് യെല്ലോ ആണ്. ഐ ഡു എന്നാണ് പറയുന്നത്, ഞാൻ ചെയ്യുന്നു എന്നുള്ളത്. അതിന്റെ നമുക്ക് ചെയ്യാനുള്ള ഊർജ്ജമൊക്കെ ആ ചക്രവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു. അത് നമ്മുടെ വയറിന്റെ ആ ഒരു ഭാഗത്താണ്, പുക്കിളിന്റെ ഒക്കെ ആ ഒരു തൊട്ട് മുകളിലുള്ള ഏരിയാസിലൊക്കെ ആയിട്ട് അങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത് ഏകദേശം. അപ്പൊ ആ ഒരു ചക്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മന്ത്രം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. RAM, രം എന്നുള്ള മന്ത്രമാണ്. രാ എന്ന ഹിന്ദി അക്ഷരം അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ് ലെറ്റർ, അതിന്റെ മുകളിൽ ചന്ദ്രകല കൊടുത്തിട്ട് ഡോട്ട് ഇടുന്ന സമയത്ത് രം രം. ആ ഒരു രീതിയിലാണ് ആ ഒരു മന്ത്രം വരുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അനാഹത ചക്രത്തിലേക്കാണ് വരുന്നത്. ഹാർട്ട് ചക്രം എന്നാണ് പറയുന്നത്. ഹാർട്ട് ചക്രയിലേക്ക് വരുന്ന സമയത്ത് അത് ഗ്രീൻ കളറിലാണ് വരുന്നത്. ഐ ലവ് ദ ഹോൾ വേൾഡ്, അല്ലെങ്കിൽ ഐ ലവ് ദ യൂണിവേഴ്സ്. ഞാൻ ഈ പ്രപഞ്ചത്തിനെയും സകല ചരാചരങ്ങളെയും സ്നേഹിക്കുന്ന ഒരു സ്നേഹത്തിന്റെ അവസ്ഥയിലാണ്. യു ആർ എ ലവർ. അപ്പൊ ആ സമയത്ത് ആ ഒരു ചക്രത്തിനെ ബാലൻസ് ചെയ്യാനുള്ള മന്ത്രം എന്താണെന്ന് നമുക്ക് നോക്കാം. YAM, യം. ഇനി സാൻസ്ക്രിറ്റ് ലെറ്റർ യാ അല്ലെങ്കിൽ ഹിന്ദി ലെറ്റർ യാ എഴുതിയിട്ട് ചന്ദ്രക്കല കൊടുത്തിട്ട് ഡോട്ട് ഇടുന്ന അവസ്ഥയിലാണ് ആ ഒരു മന്ത്രം വരുന്നത്. നമുക്കത് കറക്റ്റ് ആയിട്ട് പറയുമ്പം യം. അപ്പൊ ആ ഒരു രീതിയിലാണ് ആ ഒരു മന്ത്രം വരുന്നത്. ഇനി അനാഹത ചക്രത്തിൽ നിന്ന് മുകളിലേക്ക് വരികയാണെങ്കിൽ നമ്മളുടെ ത്രോട്ട് ചക്രയാണുള്ളത്. അപ്പൊ ത്രോട്ട് ചക്രയിലേക്ക് വരുന്ന സമയത്ത് ഐ സ്പീക്ക് എന്നാണ്. നമ്മുടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ നമ്മളുടെ ആത്മാഭിമാനത്തിനെ ഒക്കെ കാത്തു സൂക്ഷിക്കുന്നത് ഈ ഒരു ചക്രത്തിലായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്താണ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ചക്രം നല്ല രീതിയിൽ ആക്റ്റീവ് ആൻഡ് ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്താണ്. അപ്പൊ ഇതിന്റെ നിറം എന്താണെന്നുള്ളത് എബ്ജിയോർ കളർ വെച്ച് നിങ്ങൾ ചിന്തിക്കുക. ഞാൻ കുറച്ച് വേഗതയിൽ പറഞ്ഞു പോവുകയാണ്. നമുക്ക് ഇതിന്റെ മന്ത്രത്തിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇതിന്റെ മന്ത്രം എന്താണെന്നുള്ളത് പറയാം. HAM, ഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ എഴുതിയിട്ട് ചന്ദ്രകല കൊടുത്തിട്ട് ഡോട്ട് ഇടുന്ന ആ ഒരു സമയത്താണ് ഹം എന്നാണ് സാധാരണ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കൊരു മന്ത്രത്തിന്റെ രീതിയിലേക്ക് വരുമ്പോൾ ഹം ഹം. അപ്പൊ ഹ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എയർ പോകുന്നുണ്ട്, ഒരു തുറവി നമുക്ക് കിട്ടുന്നുണ്ട്. ഹം ഹം ഹം. സോ നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ തേർഡ് ഐ ചക്രത്തിലേക്കാണ് വരുന്നത്. തേർഡ് ഐ ചക്രത്തിലേക്ക് വരുന്ന സമയത്ത് ഐ സീ എവരിത്തിങ് ഫ്രം എ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ ഹയർ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അവിടേക്കുള്ള മന്ത്രം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓം എന്നുള്ള മന്ത്രമാണ് അവിടേക്കുള്ളത്. സാധാരണ രീതിയിലുള്ള ഓം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സാധാരണ രീതിയിലുള്ള ഓം ആണ് അവിടെ എടുക്കേണ്ടത്. ഓം ഓം ഓം. ഇനി നമ്മൾ മുകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് സഹസ്രാര ചക്രമാണുള്ളത്. ആൻഡ് അതാണ് എല്ലാത്തിലേക്കുമുള്ള ഒരു നിർവ്വാണ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ
ഒരു ഓപ്പൺനെസ് എന്ന് പറയുന്നത്, അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പൺനെസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ചക്രത്തിനെ നമ്മളുടെ ശരീരവുമായിട്ട് നമ്മളെ ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വൽ വലവുമായിട്ട് കണക്ട് ചെയ്യുന്ന ചക്രമാണ്. ചില ആളുകൾ 6 ചക്രം മാത്രമേ ബോഡിയിലുള്ളൂ എന്നാണ് പറയുന്നത്. ആൻഡ് അത് 7th ചക്ര വരുന്നത് ബോഡിയിൽ നിന്ന് അല്പം ഡിറ്റാച്ച് ആയിട്ടാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ബട്ട് എനിക്ക് പറയാൻ ഇഷ്ടം 7 ചക്രങ്ങൾ നമ്മുടെ ബോഡിയിലേക്ക് കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ഒരു സഹസ്രാര ചക്രത്തിലേക്ക് വരുന്ന സമയത്ത്, ക്രൗൺ ചക്രയിലേക്ക് വരുന്ന സമയത്ത് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞിരുന്നു ഓം എന്നതിനോടൊപ്പം തന്നെ അതിന്റെ യഥാർത്ഥത്തിലുള്ള സൗണ്ട് എന്നുള്ള ആ ഒരു അവസ്ഥയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ ആ എന്ന് പറഞ്ഞിട്ട് വാടയെന്ന് എന്ന് പറയുന്നു. സിമ്പിൾ ആണ്. സിമ്പിൾ ആയിട്ട് തന്നെ, ഇതൊന്നും ബലം പിടിച്ചല്ല ചെയ്യേണ്ടത്, ഇതൊക്കെ റിലാക്സ്ഡ് ആയിട്ടാണ് ചെയ്യേണ്ടത്. സോ ആ ഒരു ചക്രത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മന്ത്രം എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. സോ ഈ 7 ചക്രാസിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു മന്ത്രം ഓരോ തവണ ഓരോ ചക്രവും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ചൊല്ലി നോക്കുക. നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക. മന്ത്രങ്ങൾ നമ്മളെ കൂടുതൽ ഊർജപ്പെടുത്തുകയാണ്. ദിസ് ഈസ് ലൈക്ക് എ ട്രയാങ്കിൾ എന്നുള്ള രീതിയിലാണ്. യോഗ ട്രയാങ്കിളിന്റെ ഒരു കോർണറിലുണ്ട്, അതുപോലെ തന്നെ ധ്യാനം മറ്റൊരു കോർണറിലുണ്ട്, ഈ മന്ത്രാസ് ചാൻഡിങ് അല്ലെങ്കിൽ ജപം മറ്റൊരു കോർണറിലുണ്ട്. സോ ദർ ഇസ് എ ട്രയാങ്കിൾ ഇൻ ദ സ്പിരിച്വാലിറ്റി എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഏതെങ്കിലും കോൺസ്പിറസി തിയറിസ്റ്റുകളുടെ സിമ്പിൾ ആയിട്ടൊന്നും കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല. ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ധ്യാനം, ജപം, യോഗ എന്നുള്ളത്, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തപം, ജപം, ധ്യാനം എന്ന് പറയുന്ന രീതിയിൽ. സോ ഈ ഒരു വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. നമസ്തേ.